തിരുവിഷ്ട മിനിസ്ട്രീസ് ഡെയിലി ബിഡിലേക്ക് സ്വാഗതം. 2020 ഡിസംബർ 25 ക്രിസ്മസ് മംഗളങ്ങൾ. ഈശ്വരേറ്റവും പ്രിയപ്പെട്ടവരെ, സാർവത്രിക സഭ വിശുദ്ധി മധ്യ പ്രഘോഷിക്കുന്ന തിരുവചനങ്ങൾ യെശയ്യാപ്രവചനം 52-ാം അധ്യായം 7 മുതൽ 10 വരെയും, ഫെബ്രുവരി ലേഖനം 1-ാം അധ്യായം 1 മുതൽ 6 വരെയും, വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 1 മുതൽ 18 വരെയും തിരുവചനങ്ങൾ. കൃപയും സമാധാനം നമ്മോടുകൂടെ. ദൈവം നമ്മോടുകൂടെ വസിക്കുകയാണ്. അരൂപിയായ ദൈവം മാംസധാരിയായി മാറുകയാണ്. ക്രിസ്തുജനനത്തെക്കുറിച്ച് ഓർക്കുകയും ക്രിസ്തുജനനം നമ്മിൽ സംഭവിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന നാളുകളാണ് ക്രിസ്മസിൻ്റേത്. കേവലാചാരമായി ഒരു പുൽത്തൊഴുത്തിൽ ക്രിസ്തു ജനിക്കുന്നു എന്ന പഴയ ഒരു ഓർമ്മയെ ഉണർത്തിയെടുക്കാനാണ് ശ്രമിക്കുന്നതെങ്കിൽ അത് മൗഢ്യമാണ്. യഥാർത്ഥത്തിൽ വിണ്ണ് മണ്ണിലേക്ക് എത്തുന്നത് മണ്ണിനെ വിണ്ണോടമൊപ്പം എത്തിക്കാനാണ് എന്ന പരമാർത്ഥം ഓർക്കുകയും ക്രിസ്തുവിലൂടെ കൃപയും സത്യവും നമ്മിലേക്ക് വന്നു ചേർന്നു എന്നത് തിരിച്ചറിയുകയും ചെയ്തുകൊണ്ട് മുൻപോട്ട് പോകുമ്പോഴാണ് ജീവിതം അർത്ഥപൂർണമായിട്ട് മാറുക. വിശുദ്ധ യോഹന്നാൻ ആദിയിലുണ്ടായിരുന്ന ശബ്ദമായിരുന്ന ദൈവത്തെ, വചനമാകുന്ന ദൈവത്തെ മനുഷ്യനായി അനുഭവപ്പെടുത്തുകയാണ് സുവിശേഷത്തിൽ. വചനമായ ദൈവം ശരീരധാരിയായി എന്ന പരമാർത്ഥം എന്റെയും നിങ്ങളുടെയും ശാരീരികമായ പരിമിതികളെ, മാനുഷികതയുടെ പരിമിതികളെ ജയിക്കാനായി നമ്മെ ബലപ്പെടുത്തണം. യെശയ്യാപ്രവചനം പറയുന്നുണ്ട്, സ്വർഗത്തിന്റെ രശ്മി ഭൂമിയെ സ്പർശിക്കുകയാണ്. സ്വർഗം ഭൂമിയെ സമ്പന്നമാക്കുകയാണ്. ക്രിസ്തുജനനത്തിൽ അപ്രകാരം ഒരു സമ്പന്നത നാം അനുഭവിക്കുന്നുണ്ടെങ്കിൽ, പ്രവാചകന്മാരിലൂടെ പറഞ്ഞ വചനം ക്രിസ്തുവിൽ പൂർത്തിയാക്കപ്പെടുന്നുണ്ടെങ്കിൽ, ആ വചനത്തിനനുസരിച്ചൊരു ജീവിതം നയിക്കാൻ എനിക്ക് നിങ്ങൾക്കും കഴിയണം. മാനുഷികമായ പരിമിതികളെ ലംഘിക്കുന്ന ഒരു പ്രവൃത്തി സാഹോദര്യത്തിൻ്റെതാണ്. മാനുഷികമായ പരിമിതി സ്വാർത്ഥം കലർന്നതാണ്. ധാതു, സസ്യ, മൃഗ, മനുഷ്യ, ദൈവ, അവിടെ ആദ്യത്തെ 4 ഭാഗങ്ങൾ പരിമിതമായ ജീവിത ധാരണകളെയാണ് നമ്മുടെ മുമ്പിൽ ഉയർത്തുക. ധാതുവാകുമ്പോൾ അത് കൊടുക്കലിന്റെ സ്ഥലമല്ല. സസ്യമാകുമ്പോഴും സ്വീകരിക്കുകയും വളരുകയും ചെയ്യുക എന്ന പ്രകൃതമാണ് അതിനുള്ളത്. മൃഗഭാവത്തിലെത്തുമ്പോൾ അത് കേവല വൈകാരികതയിൽ തഴങ്ങും. മാനുഷികതയിൽ അത് സ്വാർത്ഥമുള്ളതായി, കാപട്യമുള്ളതായി മാറുന്നു. അവിടെയാണ് പങ്കുവയ്പ്പിന്റെയും ക്ഷമിക്കലിന്റെയും പുതിയൊരു സാധ്യത ദൈവം നമുക്ക് വെളിപ്പെടുത്തുക. ദൈവഭാവം. ആ ദൈവഭാവം മാനുഷികതയ്ക്കകത്ത് നിർലീനമാക്കിയാണ് ക്രിസ്തുജനനം പൂർത്തിയാകുക. എന്റെയും നിങ്ങളുടെയും അകത്ത് വസിക്കുന്ന ക്രിസ്തുവിനെ തിരിച്ചറിയുന്നതാണ് യഥാർത്ഥത്തിൽ ക്രിസ്മസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മുടെ ജീവിതത്തിനകത്ത് പ്രവർത്തിക്കുന്ന ക്രിസ്തുവിനെ കാണാതെ പോകുമ്പോൾ, കൃപയായി നമ്മുടെ ബലഹീനതകളിൽ നിറയുന്ന ക്രിസ്തുവിനെ കാണാതെ പോകുമ്പോൾ ക്രിസ്തുജനനം നമുക്ക് അന്യമായി പോകും. അതുകൊണ്ട് തന്നെ നമ്മുടെ അകത്ത് വസിക്കുന്ന ക്രിസ്തുവിനെ തിരിച്ചറിയാത്തത് കൊണ്ട് തന്നെ ജീവിതം എപ്പോഴും ഭാരമുള്ളതും പ്രതികൂലമായും നമുക്ക് അനുഭവപ്പെടും. ഭൗതിക സാഹചര്യങ്ങളെ അതിജീവിക്കാൻ കഴിയുന്ന ആത്മീയ ബലം ക്രിസ്മസ് നമുക്ക് പകർന്നു തരേണ്ടതുണ്ട്. കൃപയായി നിറയേണ്ട ഒരു ദൈവിക ബോധമാണ് ക്രിസ്തു ജനനത്തിൻ്റെത്. യേശു നമ്മുടെ അകമേ വസിക്കുന്നത് നമ്മുടെ ബലഹീനതകളെ ജയിച്ചുകൊണ്ടാണ്. നമ്മുടെ ബലഹീനതകൾക്ക് ഉപരിയായി നിൽക്കാൻ ദൈവിക ഭാവത്തിന് മാത്രമേ കഴിയൂ. നമ്മെ നിയന്ത്രിക്കാൻ നമുക്ക് സാധ്യമല്ല. നമ്മെ നിയന്ത്രിക്കാൻ ക്രിസ്തുവിന് മാത്രമേ സാധ്യമാകൂ. മാനുഷികതയെ ദൈവികത കൊണ്ട് പരിപൂർണമാക്കുന്ന പ്രവൃത്തിയാണ് ക്രിസ്തു ജനനത്തിൻ്റെത്. നമ്മുടെ മാനുഷികതയെ പരിപൂർണമാക്കുന്ന ക്രിസ്തു നമ്മുടെ അകമേ വസിക്കുന്നുവെന്ന സത്യം തിരിച്ചറിഞ്ഞ് വീണ്ടും അവനിൽ ജനിച്ച നാം അവനിൽ നമ്മുടെ ജീവിതത്തെ സമ്പൂർണമാക്കുമ്പോഴാണ് ക്രിസ്തു ജനനത്തിന്റെ ഒരു ആഘോഷമായി ജീവിതം മാറുക. ക്രിസ്മസ് ഇന്ന് നാം വിഭവസമൃദ്ധമായ ഭക്ഷണം കൊണ്ടും വർണ്ണാഭമായ ഉടുപ്പ് കൊണ്ടും ഒപ്പം തന്നെ വീടിന് പുറത്ത് കെട്ടിയൊരുക്കുന്ന പുൽക്കൂട് കൊണ്ടും ഒക്കെ ഒതുക്കി തീർക്കുകയാണ്. ദേവാലയങ്ങളിൽ പഴയതുപോലെയുള്ള ആചാരക്രമങ്ങൾക്ക് ഇടമില്ലാത്തതുകൊണ്ട് ആവുന്നത്ര ഭംഗിയായി വിളക്കുകൾ തെളിയിക്കാൻ നാം ശ്രദ്ധിക്കുന്നുണ്ട്. അങ്ങനെ ഭൗതികമായ സാഹചര്യങ്ങളിൽ ക്രിസ്മസ് ആഘോഷത്തിന്റെ പൊലിമയെല്ലാം കാത്തു സൂക്ഷിക്കാൻ കഴിയുമ്പോഴും ഹൃദയപരമായ ബന്ധത്തിൽ നമുക്കത് സാധിക്കുന്നില്ല. ഹൃദയത്തിനകത്ത് നാം ഓർക്കേണ്ടതുണ്ട്, ഡൽഹിയിലെ ശൈത്യത്തിൽ ലക്ഷക്കണക്കിന് കർഷകരാണ് തണുത്തു മരവിക്കുന്നത്. ക്രിസ്തു മരവിച്ചതുപോലെ മരവിക്കുന്ന അനേകർ തെരുവുകളിൽ നിന്നുണ്ട്. കിടക്കാനിടമില്ലാത്തവർ 12 കോടിയിലധികമാണ് കുടിയിറക്കപ്പെട്ടവർ ഇന്ത്യയിൽ മാത്രം. അപ്പോൾ നമ്മുടെ തൊട്ടടുത്ത്
ഒരുവൻ ഉറക്കമില്ലാതിരിക്കുമ്പോൾ, തണുത്തു മരവിക്കുമ്പോൾ, ഭക്ഷണമില്ലാതിരിക്കുമ്പോൾ, ആഘോഷിക്കാൻ കഴിയാതിരിക്കുമ്പോൾ എൻ്റെ വിഭവങ്ങൾ ക്രമാതീതമായി വർദ്ധിക്കുന്നുവെങ്കിൽ അതിനർത്ഥം ഞാൻ ക്രിസ്തുവിനെ അറിഞ്ഞിട്ടില്ലെന്നാണ്. എൻ്റെ ഭക്ഷണമേശ ഇപ്പോഴും സമ്പന്നമായിരിക്കുന്നു. ക്രിസ്മസ് ആഘോഷങ്ങൾക്ക് വേണ്ടി ക്രിസ്തുവിനെ കണ്ട് ആദ്യമായി വണങ്ങിയ പക്ഷിമൃഗാദികളെയെല്ലാം കൊന്നൊടുക്കിയിട്ടാണ് നാം ഇത് ആഘോഷിക്കുക. നമ്മുടെ ജീവിതത്തിൽ നാം ഓർക്കേണ്ടതുണ്ട്, സ്വാർത്ഥത്തെ വെടിയാൻ എത്രത്തോളം കഴിയുമെന്നാണ് ക്രിസ്മസ് പഠിപ്പിക്കേണ്ടത്. ദൈവം ദൈവിക സമാനതകൾ വിട്ട് ഭൂമിയിലേക്ക് വരുന്നു. ഫിലിപ്പിയർ ലേഖനം അത് ഓർമ്മിപ്പിക്കുന്നുണ്ടല്ലോ. ദൈവം ദൈവികമായ സമാനതകൾ വിട്ട് ഭൂമിയിലേക്ക് വരുന്നു. ദൈവിക ഭാവം വിട്ട്, മഹിമ വിട്ട് മനുഷ്യത്വത്തിന്റെ വീഴ്ചയിലേക്ക് അവൻ ഇറങ്ങി വരുന്നു. അങ്ങനെ ഇറങ്ങി വന്ന ഒരുവൻ നമ്മോട് പറയുന്നത് മാനുഷിക സമാനതകൾ വെടിയാനാണ്. മാനുഷിക സമാനതകൾ വെടിഞ്ഞ് ദൈവത്തിലേക്ക് ഉയരാൻ കഴിയണം, കാരുണ്യത്തിൻ്റെതായി മാറാൻ കഴിയണം, ഫോർഗീവിംഗ് ആയ ഒരു ജീവിത ഭാവം നമുക്ക് കൈവരണം. അപ്രകാരം ക്രിസ്മസിനെ യാഥാർത്ഥ്യമായ അനുഭവമാക്കാൻ നമ്മുടെ ജീവിതത്തെ തന്നെ സമർപ്പിക്കുകയാണ് ഈ തിരുനാൾ ദിനം നമ്മോട് ആവശ്യപ്പെടുന്നത്. ചിലറ്റം പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ നാം കണ്ടുമുട്ടുന്നവരിലും നമ്മിൽ തന്നെയും ക്രിസ്തുവിന്റെ മുഖം തെളിയാൻ എത്രത്തോളം തടസ്സങ്ങളും പരിമിതികളും നമുക്കുണ്ട്. അവയെ കൈവെടിയാനായിട്ട് നമുക്ക് കഴിയണം. ക്രിസ്തുവിൽ അതിന് ബലമാർജിക്കാൻ പറ്റണം. പരിശുദ്ധാത്മാവിൽ നമുക്ക് പ്രാർത്ഥിക്കാം. പരിമേശയിലേക്ക് നമ്മെ തന്നെ ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ഈശോയെ, ജീവിതത്തിന്റെ വഴിയിൽ, പ്രായോഗിക ജീവിതത്തിൽ ക്രിസ്തുഭാവം ധരിക്കാൻ, അവരെന്നെ ക്രിസ്തുവിനെ കണ്ട് അവനെ ശുശ്രൂഷിക്കാൻ ഉതകും വിധം ഞങ്ങളുടെ മനോഭാവങ്ങളെ പരിവർത്തിപ്പിക്കണമേ. അപ്രകാരമായി തീരാൻ ഞങ്ങളെ ബലപ്പെടുത്തണമേ എന്ന് ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.